ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളൊക്കെ അടച്ചു. അപ്പോൾ കുട്ടികളെയും കൊണ്ട് നമുക്ക് വൺ ഡേ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് മാംഗോ മെഡോസിലാണ്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കടുത്തുരുത്തിയിലാണ് ഈ മാംഗോ മെഡോസ് വരുന്നത്. അപ്പോൾ ഇതിനൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട്. പെർ ഹെഡ് 400 റുപ്പീസാണ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. ഇപ്പോൾ നമ്മൾ ഹോളിഡേ അല്ലാത്തൊരു ദിവസമാണ് പോകണമെന്നുണ്ടെങ്കിൽ 350 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ 400 റുപ്പീസ് ടിക്കറ്റിനകത്ത് അതിനകത്ത് എല്ലാ റൈഡ്സും ഇൻക്ലൂഡഡ് ആണ്, എക്സെപ്റ്റ് ഫോർ അവിടെ ഡബിൾ ഡക്കർ ബസ് ഉണ്ട്, അതേപോലെ ട്രെയിൻ, പിന്നെ ഒരു 12D തിയേറ്റർ. ഇത് മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ഒരു 50 റുപ്പീസ് കൊടുത്തിട്ട് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഇവിടെ ഉള്ള റൈഡ്സിൻ്റെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ റൈഡ്സ് ആണെന്നുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൈഡ് ടൂർ ഉണ്ട്. ഒരു 45 മിനിറ്റ്സിൻ്റെ ഗൈഡ് ടൂറാണ്. അപ്പോൾ അവർ തന്നെ ഗൈഡിനെ നമുക്ക് തരും. അപ്പോൾ ഈ ഗൈഡായിരിക്കും നമ്മളെ ഈ ഒരു ഏരിയ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. മാംഗോ മെഡോസ് വേൾഡ്സ് ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ ഫാമാണ്. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് നമുക്ക് ഈ പ്ലാന്റ്സിനെ പറ്റിയിട്ടും ഈ അഗ്രികൾച്ചറൽ ഫാമിനെ പറ്റിയിട്ടും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗൈഡ് ടൂർ അവൈൽ ചെയ്താൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫിഷ് ഫീഡിംഗ് ബ്രിഡ്ജ് അല്ലെങ്കിൽ മീനൂട്ട് പാലത്തിലേക്കാണ്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 റുപ്പി കോയിൻ കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ വാക്ക് വേ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ 1 ഡേ സ്പെൻഡ് ചെയ്തിട്ടും ഈ ഒരു അഗ്രികൾച്ചറൽ ഫാം ഫുള്ള് കാണാൻ സാധിക്കും. ഇവിടുത്തെ കോട്ടേജസ് ആണ് ഇവിടെ കാണുന്നത്. ഈ കോട്ടേജസ് അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടും നമുക്ക് ഫിഷിനെയൊക്കെ ഫീഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഞങ്ങൾ ഗൈഡ് ടൂറൊക്കെ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് നമ്മൾ റൈഡിന് വന്നിരിക്കുന്നത് പെഡൽ ബോട്ടാണ്. ഞങ്ങൾ പോയത് ഗുഡ് ഫ്രൈഡേയുടെ അന്നാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ബാസ്ക്കറ്റ് ബോട്ട് റൈഡിലേക്കാണ്. ഇതിന് നമുക്കൊരു സേഫ്റ്റി ജാക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിന്നാണ് നമുക്ക് സൈക്കിൾസും ഗോകാർട്ടൊക്കെ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ആദ്യം നമ്മളൊരു എമൗണ്ട് ഇവിടെ ടോക്കണായിട്ട് കൊടുക്കണം. ഹാഫ് ആൻ അവറിലേക്കാണ് നമുക്ക് ഈ ഒരു സൈക്കിളും ഗോകാർട്ടൊക്കെ അവർ തരുന്നത്. നമ്മൾ ഇത് ഓടിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡെപ്പോസിറ്റ് അവർ തിരിച്ചു തരും. ഹലോ, ബൈ. ഇവിടെ
കുട്ട നിർമ്മാണം, കയറ് നിർമ്മാണം, പിന്നെ ഈ പോട്ടറി, ഇതൊക്കെ നമുക്ക് പോട്ട് മേക്കിംഗ് നമുക്ക് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ പോട്ട് നമുക്ക് കൊണ്ടുപോകാനും അവർ തരും. നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് റൈഡ്സിൻ്റെ ഏരിയയിലേക്കാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബൈബിളാണ്. പിന്നെ ഇവിടെ ഉള്ളത് കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. ഇതേപോലത്തെ ട്രാംപൊലിൻ, പിന്നെ ഈ എയർ ബലൂൺ, അങ്ങനത്തെ കുറേ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഈ പ്ലേ ഏരിയയുടെ സൈഡിൽ തന്നെ നമുക്കൊരു ഗൺ ഷൂട്ടിംഗ് ഏരിയയും ആർച്ചറി ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ടിക്കറ്റിൽ 3 ചാൻസസ് ഉണ്ട്, ഈ ഒരു ഷൂട്ടിങ്ങിനാണെങ്കിലും ആർച്ചറിക്കാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ഈ ഒരു ഡബിൾ ഡക്കർ ബസ് റൈഡും കൂടി അവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ മുകളിലിരുന്നിട്ട് നമുക്ക് ഈ ഫുൾ അഗ്രികൾച്ചറൽ ഫാം ഫുൾ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ട്രെയിൻ റൈഡിനെക്കാട്ടും ബസ്സായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബിക്കോസ് നമുക്ക് മുകളിലിരുന്നിട്ട് ആ ഫുൾ വ്യൂ കാണാൻ സാധിക്കും. ഇത് കൂടാണ്ട് നമുക്ക് പൂൾ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ പൂളിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നൈലോൺ ക്ലോത്ത്സ് എന്തായാലും കയ്യിൽ കരുതിയിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് പൂളിൽ ഇറങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.